പരിശുദ്ധമായ റമളാൻ വിട പറയുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് റമളാൻ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, റമളാനിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എത്രത്തോളം എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന കാര്യം. റമളാനിൽ നാം നോമ്പ് നോറ്റു എന്നത് ശരിയാണ്, റമളാനിൽ തറാവി നമസ്കരിച്ചു എന്നത് ശരിയാണ്. പക്ഷേ ഈ റമളാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കരസ്ഥമാക്കാൻ പറഞ്ഞ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എത്രത്തോളം കരസ്ഥമാക്കാൻ പറ്റിയെന്ന കാര്യം ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ട സമയമാണ് റമളാനിൻ്റെ ഈ അവസാന സന്ദർഭമെന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തിൽ അള്ളാഹു നോമ്പിനെ നിർബന്ധമാക്കിയതിൻ്റെ ലക്ഷ്യമായി പഠിപ്പിച്ചു തന്നു, ലഅല്ലക്കും തത്തഖൂൻ, നമ്മൾ തഖ്വയുണ്ടാക്കാൻ വേണ്ടി, സൂക്ഷ്മതയുള്ളവരായി തീരാൻ വേണ്ടിയാണ് നോമ്പിനെ അള്ളാഹു ഫർളാക്കിയിട്ടുള്ളത്. നമ്മുടെ കണ്ണ്, അത് സൂക്ഷ്മത ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെ കാത്, അത് സൂക്ഷ്മത ലഭിച്ചിട്ടുണ്ടോ? ഓരോ അവയവങ്ങൾക്കും സൂക്ഷ്മത ലഭിച്ചിട്ടുണ്ടോ, തഖ്വ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. ഹറാമായ കാര്യങ്ങൾ കാണുമ്പോൾ ആ ഹറാമിൽ നിന്നും നമ്മുടെ അവയവങ്ങളെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടോ? എന്നാൽ തഖ്വ ലഭിച്ചിട്ടുണ്ട്. നന്മയായ കാര്യങ്ങളിലോട്ട് ആവേശവും താല്പര്യവും ലഭിച്ചിട്ടുണ്ടോ? എന്നാൽ തഖ്വ ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഗുണങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ റമളാനിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കലും റമളാനിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് വിശ്വാസികൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. പരിശുദ്ധ റമളാനിൻ്റെ അവസാന ദിവസങ്ങൾ, വിരലിൽ എണ്ണാൻ പറ്റുന്നത്ര ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ആ ദിവസങ്ങളിൽ പരിശ്രമിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണെങ്കിൽ, പാപകർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്ത പാപങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിതം നന്നാക്കാനുള്ള ദൃഢനിശ്ചയം എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടും തഖ്വ, ഭയഭക്തി നൽകാൻ അള്ളാഹുവിന് കഴിവുണ്ട്. ഒരിക്കലും വിശ്വാസികൾ അള്ളാഹുവിൽ നിന്നും നിരാശപ്പെട്ടു പോകാൻ പാടില്ല. ഇത്രയും ദിവസം വേണ്ട രീതിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ആ ദിവസങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തഖ്വ എന്ന, ഭയഭക്തി എന്ന റമളാനിൻ്റെ പ്രധാന ലക്ഷ്യത്തെ കരസ്ഥമാക്കാനായി പരിശ്രമിക്കുകയും ആ തഖ്വ ലഭിക്കാൻ ഈ അവസാന ദിവസങ്ങളിൽ അള്ളാഹുവോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്.